സിനിമ ഞങ്ങൾ കയറുമ്പോൾ അത്ര സേഫ് സ്പേസ് ആയിരുന്നില്ല. സിനിമയിൽ ഞങ്ങൾ അഭിനയിക്കാൻ വരുന്ന കാലത്ത് കുറച്ച് കെയർഫുള്ളായിട്ട് തന്നെ സിനിമയിൽ നിൽക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇന്ന് സിനിമ മാറി. ഈ നടിയെ ആക്രമിക്കുന്ന കേസും WCCയുടെ വരവും ഹേമ കമ്മിറ്റിയും സോഷ്യൽ മീഡിയയുടെ വരവും എല്ലാം കൂടെ ചേർന്നിട്ട് മീഡിയയുടെ ഒരു അപ്പർ ഹാൻഡ് കൊണ്ട് സിനിമ ഇപ്പോൾ ഐ വുഡ് സേ ഇറ്റ്സ് മച്ച് ബെറ്റർ. പബ്ലിക്കായിട്ടൊന്നും ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സിനിമയിൽ. എല്ലായിടത്തും IC ഉണ്ട്. പേടിയാണ്. ഇപ്പോൾ ഇൻഡസ്ട്രി നന്നായിട്ട് ഭയന്നിട്ടുണ്ട്. സ്ത്രീകളെ ഒന്നും അറ്റാക്ക് ചെയ്യാനോ പറയാനോ ഒന്നും ധൈര്യം ഇപ്പോൾ ഇല്ല. പക്ഷേ ഈ ഫിലിംസിന്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആയി ഈ ടൈമിൽ. പക്ഷേ മറ്റേ ഫിലിം റേഞ്ചും ഫിലിം സ്റ്റോറീസും പണ്ട് കുറച്ചും കൂടെ പുസ്തകങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ട് പാൽക്കൂട്ടത്തിൽ തനിയെ പോലെയുള്ള MGയുടെ സ്ക്രിപ്റ്റുകളും ഒക്കെ വെച്ചിട്ടൊക്കെ സിനിമകൾ വന്നിട്ടുണ്ടല്ലോ. ഇന്ന് മറ്റൊരു തരം കഥയാണ് പറയുന്നത്. പക്ഷേ ഈ ഇറ്റ് ക്യാൻ ബി വെരി കോൺട്രവേഴ്ഷ്യൽ. പക്ഷെ എന്നാലും നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ സെക്സും അല്ലെങ്കിൽ പ്രണയവും ഒക്കെ കുറയ്ക്കുമ്പോൾ വയലൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൂടുന്നുണ്ട് സിനിമയിൽ. ദാറ്റ് ഈസ് സംതിങ്. ഇത് സംഭവിക്കും. കാരണം നമ്മൾ മനസ്സും ശരീരവും ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ സിനിമ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ടൂ സ്ട്രിക്റ്റാണ് സിനിമയിൽ. ഒരു നർമ്മം പോലും പീഡനമാണ്. എനിക്ക് തന്നെ കുഴി തോണ്ടുന്നത് കണ്ടോ. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ സിനിമയിൽ ഇപ്പോൾ കൂടുതലും മനുഷ്യരുടെ മനസ്സും അങ്ങനെയാണ്. മനുഷ്യർ ഇപ്പോൾ പ്രേമിക്കുന്ന മനുഷ്യനെ സൈക്കോളജി പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഭയങ്കര വയലൻസും ദേഷ്യവും ഒക്കെ കാണിക്കുന്നത് നല്ലൊരു പ്രേമം കിട്ടിക്കഴിഞ്ഞാൽ ശാന്തരായിരിക്കും. ഒന്നും വേണമെന്നില്ല, ഹാപ്പിയാണ്. ഞാനിപ്പോൾ ഭയങ്കര പീസ്ഫുള്ളാണ്. ഇത് മനുഷ്യൻ്റെ മനസ്സാണ് അങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ ടൂ മച്ച് ഒരു സദാചാര ബോധമുണ്ട് നമുക്കിപ്പം. പീഡനം എന്താ, നർമ്മം ഏതാ, സൗഹൃദം ഏതാ, ഇതെല്ലാം കൺഫ്യൂസ്ഡ് ആയിപ്പോയി. നമ്മളെല്ലാം ഈ ഇണപിരിഞ്ഞ് കിടക്കുന്ന എല്ലാം കൂടി ഇങ്ങനെ എല്ലാം കൂടെ ബീറ്റ് ചെയ്ത് ഒരു ഒറ്റ ഇതായിട്ടിരിക്കുവാണ്. അന്നത്തെ കാലത്ത് ഇന്ന് കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അന്നത്രയും പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്. ഇതും പെർഫെക്റ്റ് അല്ലെന്നാണ് ഞാൻ പറയുന്നത്. യു ഹാവ് ടു മൂവ് ഓൺ. കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവും. പണ്ട് ഭയങ്കര നല്ലതൊന്നും ആയിരുന്നില്ല. പണ്ടെന്ന് വെച്ചാൽ ഒരു കൺസെൻറ്റും ചോദിക്കില്ല, ആൾക്കാരുടെ പുറത്തോട്ട് ഉപദ്രവിക്കുന്ന ദാറ്റ് വാസ് നോട്ട് ഗുഡ്. ഇന്നും ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. യു ഹാവ് ടു മൂവ് ഓൺ. കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി എല്ലാവർക്കും വരേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ എവിടെയാണ് വെയർ ടു സ്റ്റാർട്ട്, വെയർ ടു ലീവ്. ഈ ഒരു മനുഷ്യർ തമ്മിലുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനകത്ത് എവിടെ ഏത് എങ്ങനെ എന്നൊക്കെ ഉള്ളത് ഇനിയും ക്ലാരിറ്റി നമ്മുടെ സമൂഹത്തിന് വരാനുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നും ശരിയല്ല, ഇന്നലെയും ശരിയല്ലായിരുന്നു. പക്ഷെ നമ്മളതിൻ്റെ കറക്റ്റ് വഴിയിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഐ ഓൾവേസ് ഫീൽ ഒരു സൗഹൃദമൊന്നും ഇല്ലാതായി പോകാൻ പാടില്ല. എന്ത് കാര്യം വന്നാലും ആ ഒരു തിൻ ത്രെഡിൽ പീഡനം നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല. ഇപ്പോൾ പബ്ലിക് സ്പേസസിലേക്ക് ഇരുന്ന് സ്ത്രീകളെ ഇങ്ങനെ ചീത്ത പറയും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കുഴപ്പമാണ്. കാരണം ഇന്ത്യ ചീത്ത പറയും, അങ്ങനെ പറയും, ഇങ്ങനെ പറയും. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഹൈക്കോടതിൻ്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു IT പയ്യൻ ആത്മഹത്യ ചെയ്തല്ലേ. ആ കേസൊക്കെ വന്നപ്പോൾ കോടതിയും ഒക്കെ കുറച്ച് നിയമം ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ സ്ത്രീ പക്ഷത്തുണ്ട്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് സ്ത്രീകളെ ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ ഡിവൈഡ് ഭയങ്കരമായിട്ട് കൂടും, ആണും പെണ്ണും നമ്മൾ. അത് ഒരു നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതിന് കുറച്ച് തടസ്സം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ അത് അങ്ങനെ ആവരുത് എന്ന് വെച്ച് ഏതെങ്കിലും നിലയ്ക്ക് ഞാനിത് പറയുന്നത് ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു അനാവശ്യം അല്ലെങ്കിൽ ഒരു നമ്മളുടെ പേരിലുള്ള ഉപദ്രവത്തിനെ സ്വീകരിക്കണമെന്നോ എടുക്കണമെന്നുള്ള അർത്ഥത്തിലല്ല, ഒരിക്കലുമല്ല. നമ്മൾ ഒരു അബ്യൂസും എടുക്കേണ്ട ആവശ്യമില്ല, ഒരു കാര്യം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ നമ്മൾ റെസിസ്റ്റ് ചെയ്യണം, അവിടെ നിർത്തണം. വി ഹാവ് പഴയ കാലമേ അല്ല, ഞങ്ങളൊന്നും ജീവിച്ചിരുന്ന കാലമല്ല. നിയമത്തിൻ്റെ അതിശക്തമായ പിൻബലം നമുക്കുണ്ട്. നോക്കിയാൽ
ഞങ്ങളൊക്കെ താമസിക്കുമ്പോൾ ഞങ്ങളൊക്കെ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും അവിടെ നിയമമൊന്നും ആരും എടുക്കില്ല. റേപ്പ് ആര് പറഞ്ഞു റേപ്പാണെന്ന്, അതിൻ്റെ പെനിട്രേഷൻ തെളിയിക്കുക, അത് തെളിയിക്കുക, ഇത് തെളിയിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള എന്തെല്ലാം തരം കാര്യങ്ങളിലൂടെ കടന്നു പോകണം. ഇപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഒരു ഒരു സ്ത്രീകൾ പറഞ്ഞാൽ മതി ഇവരെന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ആ നിമിഷം തന്നെ ഹീസ് എ കൾപ്രിറ്റ്. നിയമം പറയുന്നതിന് മുമ്പ്, കോടതി പറയുന്നതിന് മുമ്പ് അയാളെ കുറ്റക്കാരനാക്കുന്ന സമൂഹം തന്നെയാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനെയും വളരെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ വെച്ചില്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ ഡിവൈഡ് ഭയങ്കര വ്യത്യാസം വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്ക് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് വെച്ചാൽ ഹൗ ടു മേക്ക് എ മാൻ നോട്ടീസ് മീ. എങ്ങനെയാണ് ഫ്ലേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നെ ശ്രദ്ധിപ്പിക്കപ്പെടേണ്ടത്, എങ്ങനെയാണ് ഫ്ലേർട്ട് ചെയ്യാനായിട്ട് അവരുടെ ഇപ്പം ഈ കൺസെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സ്ത്രീകളത് അനുഭവിച്ചിട്ടേ ഇല്ല. ചുമ്മാ നിന്നാലും വെറുതെ നിന്നാലും ആരെങ്കിലും ഒരാൾ നോട്ടീസ് ചെയ്യുന്ന അവസ്ഥയാണ് എല്ലാ സ്ത്രീകൾക്കും കേരളത്തിലുള്ളത്. നമ്മളിത് എങ്ങനെ ഒഴിവാക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇവന്മാരെ ഒന്ന് ശല്യം ഇതാ വരുന്നു, എങ്ങനെ ഇവരെ ഉപദ്രവം മാറ്റാം എന്നുള്ളതാണ്. കുറേ നാൾ കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കട്ടാവും. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെ എന്നെ ഒന്ന് ശ്രദ്ധിപ്പിക്കപ്പെടാം, എങ്ങനെയാണ് ഹൗ ടു ഗെറ്റ് ഇൻ ടു ദി റിലേഷൻഷിപ്പ് എന്നൊക്കെയാണ് സൈക്കോളജിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ആർട്ടിക്കിൾസൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്ന നാളെ മറ്റന്നാളെ കുറിച്ചല്ല, മേ ബി ഒരു 10 years later ഈ ഡിവൈഡ് ഭയങ്കര വലുതാവും. പക്ഷേ സിനിമയിൽ ഇപ്പോൾ ഇത് ഓൾറെഡി കണ്ടു തുടങ്ങിയില്ലേ? ഇപ്പോൾ ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും ഒന്നും ഫീമെയിൽ അധികം ലീഡ് റോൾസ് ഉള്ള ആൾക്കാരെ വേണ്ട. ലീഡ് റോൾസ് ഒന്നല്ല, സിനിമയിൽ ആ പെണ്ണുങ്ങളെ വേണ്ട. കമ്പനീസിൽ സ്ത്രീകളെ എടുക്കുന്നില്ല. എങ്ങനെ ഒഴിവാക്കാം ജോലിയിൽ നിന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പ്രശ്നം സ്ത്രീകളുടെ ആണോ അതോ ഒരു ഭയമാണ്? സ്ത്രീകളുടെയും പ്രശ്നമല്ല, ആണുങ്ങളുടെയും പ്രശ്നമല്ല. ഞാൻ അതാ പറഞ്ഞത്. ഇത് പണ്ട് നമുക്ക് ആണുങ്ങളെ പേടിയായിരുന്നു. ആണുങ്ങളെ ഉള്ളത് കൊണ്ട് നമ്മൾ സിനിമയിലൊന്നും വന്നില്ല, അല്ലെങ്കിൽ പേട്രിയാർക്കൽ സൊസൈറ്റിയുടെ അതിക്രമങ്ങളിലേക്ക് നമ്മൾ കടന്നെല്ലാം നമ്മൾ ഭയപ്പെട്ടിരുന്നു. കാരണം പുരുഷന്മാരെ പേടിയായിരുന്നു. ഇപ്പോൾ അവർ തിരിച്ച് സ്ത്രീകളെ എതിർക്കുകയാണ്. ബിക്കോസ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവരനുഭവിക്കുന്നു എന്ന് അവർ വിചാരിക്കും. ഞാൻ പറയുന്നത് ഒരു സ്മൂത്തായിട്ടുള്ള ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കൂടെ ഒരു വഴി നമ്മൾ ഒരു സമൂഹം എന്നുള്ളൊരു മെച്യൂർഡ് സമൂഹം എന്നുള്ളതിലേക്ക് കണ്ടെത്തണം. ഇപ്പോൾ നമുക്കില്ല. ഇപ്പോൾ ഒരു ശത്രുതയുടെയും വഴക്കിൻ്റെയും ഒരു വഴിയാണുള്ളത്. നമ്മളത് എങ്ങനെ കണ്ടെത്തണം എന്നുള്ളത് ഒരു സൊസൈറ്റി എന്നുള്ളതിലേക്ക് നമ്മൾ കണ്ടെത്തേണ്ട വഴിയാണ്. എനിക്കതിന് ഉത്തരവൊന്നുമില്ല. ഒരു മെച്യൂർഡ് ഒരു സമൂഹം എങ്ങനെയാണ് ആ ഒരു പാതയിലോട്ട് എത്തിപ്പെടേണ്ടത് നമ്മളെല്ലാവരും കൂടെ ആലോചിച്ചെത്തേണ്ട ഒരു വഴിയാണ്. I don't know, this can be very controversial what I'm saying. പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുമോ? മനസ്സിലാവുന്നുണ്ടോ? ആർക്കും മനസ്സിലാവാറില്ല പൊതുവെ. താങ്ക് യു. ടോക്സിക് റിലേഷൻഷിപ്സ് ഉണ്ട്, ആണിനും ഉണ്ട് പെണ്ണിനും ഉണ്ട്. ഐ ഡോണ്ട് നോ അബൌട്ട് ടോക്സിക് ഫെമിനിസം, പക്ഷേ ദർ ഈസ് ടോക്സിക് റിലേഷൻഷിപ്പ്. നമുക്ക് ബന്ധങ്ങളിൽ നമുക്ക് വൈരാഗ്യം വരാം, പക വരാം, വിഷമം വരാം, ദേഷ്യം വരാം. ഇതിനെ നമ്മൾ നിയമത്തിൻ്റെ ബലം കൊണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ the whole thing can go wrong. ഞാൻ പറയുന്നത് മനസ്സിലാവണം. അത് എന്നെ സംബന്ധിച്ചൊരു കൺസേൺ ആണ്. ഇപ്പം എന്നെ ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എനിക്കിപ്പോൾ തോന്നുന്നത് ഐ ഡോണ്ട് വാണ്ട് എനി സോർട്ട് ഓഫ് ടാഗ്. ഐ ഡോണ്ട് വാണ്ട് എനി സോർട്ട് ഓഫ് ടാഗ്. ഞാൻ ഒരു മനുഷ്യപക്ഷത്ത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ആരുടെ ഭാഗത്താണോ അനീതി അനുഭവിക്കുന്നത് അവർക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റണം. അതാണെന്നോ പെണ്ണെന്നോ ഇല്ല. ആരാണോ ഒരു എല്ലാ സിറ്റുവേഷനെയും ഒരു പ്രത്യേക സിറ്റുവേഷനായിട്ട് അനലൈസ് ചെയ്യണം. എന്നിട്ട് ഇനിയുള്ള കാലത്ത് സ്റ്റാൻഡ് എടുക്കാൻ പറ്റുള്ളൂ. എല്ലാം ഒരു ജെനുവിനായിട്ട് എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അന്വേഷിക്കാതെ സ്റ്റാൻഡ് എടുക്കാൻ ഇനിയത്തെ കാലത്ത് പറ്റത്തില്ല എന്നാണ് ഞാൻ എൻ്റെ ഇത്രയും വർഷത്തിൽ നിന്ന് പഠിച്ചത്. ഒരു പെണ്ണ് പറഞ്ഞതുകൊണ്ട് ഉടനെ തന്നെ വിശ്വസിക്കണം, ഒരു ആണ് പറഞ്ഞതുകൊണ്ട് ഉടനെ വിശ്വസിക്കണം, രണ്ടുമില്ല. ആ സിറ്റുവേഷനിൽ എന്താണ് ശരി തെറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര കൺഫ്യൂസ്ഡാണ് മനുഷ്യർ. ഒന്നാമത് പഴയ പോലെ ഫാമിലി സപ്പോർട്ടോ ഒന്നുമില്ലാത്ത മനുഷ്യരാണുള്ളത്. ഒറ്റയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് തരം സ്ട്രെസ്സും ടെൻഷനുമുള്ള IT മേഖലയിലും എല്ലാം ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒരുപാട് തരം ഡെഡ് എൻഡ്സും ഒക്കെ ഉള്ള ഒരു ഭയങ്കരമായ ഒരു
സ്ട്രെസ്ഫുൾ ഒരു ലോകത്തൂടെയാണ് പോകുന്നത്. ഞാൻ കോർപ്പറേറ്റ് വേൾഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, എനിക്കറിയാം അവിടുത്തെ സ്ട്രെസ് എത്രമാത്രം. ഞാൻ അതിൻ്റെ കൂടെ സിനിമയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വർക്ക് റിലേറ്റഡ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തല ഇതുവഴി ഡിഷു എന്ന് പറഞ്ഞ് പോകും. അതിനിടയ്ക്ക് നമുക്കൊരു ഫാമിലിയിലെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഡീൽ ചെയ്യുന്ന ഭയങ്കര തെറ്റായിട്ടായിരിക്കും. നമുക്ക് ആ ഒരു റോങ് ആയിട്ട് ചിലപ്പോൾ നമ്മളിവിടെ അത് അപ്പം തന്നെ അത് ഒരു കേസിലും കാര്യങ്ങളും ആണിനും പെണ്ണും ചെയ്യാമല്ലോ. ഞാൻ പറയുന്നത് ഒരു സമാധാനം ഇല്ലാത്തൊരു ലോകത്തിലേക്ക് നമ്മൾ പോകരുത്. അവിടെ നമുക്ക് എങ്ങനെ കുറച്ചും കൂടെ സമാധാനം ഉണ്ടായിട്ട് ഓരോ ഇൻഡിവിജ്വൽ സിറ്റുവേഷനെയും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഒരു വഴി നമ്മളെല്ലാവരും ചേർന്ന് ആലോചിക്കേണ്ട ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ ഒരുപാട് ആത്മഹത്യകൾ സംഭവിക്കും, ഒരുപാട് ഡ്രഗ്സും അങ്ങനെ മദ്യപാനവും ഒക്കെ സംഭവിക്കും. ബിക്കോസ് ആരെയും ആത്മഹത്യയിലേക്ക് നമ്മൾ തള്ളിവിടാൻ പാടില്ല. ഇപ്പോൾ ഏണസ്റ്റ് ആൻഡ് യങ് പോലെ ഒരു ഓർഗനൈസേഷനിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പുറത്തെ വശത്ത് നോക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ആരോപണം പറയുന്നതിനനുസരിച്ച് ഒരാൾ ആത്മഹത്യ ചെയ്യും. ഇങ്ങനത്തെ ആത്മഹത്യകളൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് പെയിൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സേവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സൊസൈറ്റിക്ക് പലതരത്തിൽ. നമ്മൾക്ക് മെച്ചുവേർഡായിട്ട് ചിന്തിച്ചാൽ ഒരു മീഡിയയിൽ വരുന്ന ഒരു വാർത്ത എത്രമാത്രം ഭയന്നാണ് സമൂഹം ജീവിക്കുന്നത്.